സാർ സാർ എന്താടോ എന്ത് കോടാലും കൊണ്ടാ വരവ്? സാർ പള്ളിയുടെ പറയിലെ റെയിൽവേ ആരോ തല വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ടാണോ ഓടി വരിക? അയാളോട് തലയെടുക്കാൻ പറ. എന്റെ ഈശ്വര, വണ്ടി വരുമ്പോ തല തെറിച്ചു പോവുമല്ലോ. തെറിച്ചു പോയി സാർ. പോയിക്കോ. ശ്രീനിവാസ, നീ കോർട്ടേഷൻ എസ് ഐയോട് വിവരം പറ. ചെല്. ഉത്സവം കണ്ടു. ഏത് വണ്ടിക്കാണോ പണ്ടാരം തല വെച്ചത്? 9:45 മെയിലിനായിരിക്കും സാർ. ബോഡി ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ശരിയായ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നില്ല സാർ. നാളെ എടുക്കാം, ആളെ നിർത്തണം. അല്ല, ഡ്യൂട്ടിക്ക് മൊയ്തീനില്ല. കുറുപ്പാണി വീട്ടിൽ പോയി. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഇയാളെ നിൽക്കട്ടെ. ഒറ്റയ്ക്കോ സാർ? ഞാൻ കൂടെ വേണമെങ്കിൽ. അതിനാ പേടിയുണ്ടോ? ഉണ്ടോടെ? ഇല്ല സാർ. ആ, അയാൾക്ക് പേടിയൊന്നുമില്ല. നീ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സാർ. പിന്നെ ഉറങ്ങരുത്, തല കുറുക്കം കൊണ്ടുപോകും സാർ. തന്നെ അല്ല, ശവത്തിന്റെ. വളരെ ഓ, വിഷമമുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ? ഇല്ല സാർ. ഉറങ്ങരുത്. ആ, അർജുനൻ ഫൽഗുണൻ പാർത്തൻ വിജയനും വിശ്വതുമായവർ പിന്നെ കിരീടിയും ചേതാർദ്രന്തം ധനഞ്ജയൻ വിഷ്ണുവും ഭീതികരവും സർവം സായുധ വിളിച്ചവും 10 നാമങ്ങളും വഴിക്കിടന്നിട്ടും ഭയങ്ങളെന്ന് പോകുന്നുണ്ടെങ്കിൽ അയ്യോ, അർജുനൻ പാർത്തൻ കിരീടം. അർജുനൻ പാർത്തൻ വിജയൻ. അയ്യോ, കൈനീട്ട് നീട്ടാൻ. ഓം ഹ്രീം റം നം 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 സ്വാഹ. എഴുന്നേറ്റോ. സാരമില്ല, ഒന്ന് ഭയപ്പെടുത്തിയതാ. ആരാവൻ? ആളെ അറിഞ്ഞ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കായിരുന്നു. പേടിപ്പിക്കാൻ മനുഷ്യനെ. ആരാന്ന് കരുതിയാ? ഒടിയനാ, ഒടിയൻ. ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ രക്ഷ അയക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ഓ, പിന്നെ ഞാൻ തന്നിട്ടുള്ള ചൂർണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും സേവിച്ചാൽ പനി മാറിക്കൊള്ളുന്നേ. എന്നാലും ഈ കുട്ടിയെ തനിച്ചവിടെ ആക്കിയിട്ട് പോന്നല്ലോ നിങ്ങള്. ഒറ്റയ്ക്ക് നിന്നോളാന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടല്ലേ? പിന്നെ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളിങ്ങ് പോരുക. അപ്പൊ പോലീസിലും പേടിത്തൊണ്ടന്മാരുണ്ട്. പോടുന്ന് കളിയാക്ക. നീ എന്ന് കിടക്കി വിരിക്കാൻ നോക്ക്. ശ്രീനൊന്ന് വിശ്രമിക്കട്ടെ. ഞാൻ സ്റ്റേഷനിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാട്ടോ. ലീവിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞോളാം. മോൻ പോയി കിടന്നോളൂ. അസുഖം മാറുന്നവരെ ഇവിടെ കഴിയാം. ഞാൻ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ. എന്നാ ശ്രീന് പോയി കിടന്നോളൂ. വൈകുന്നേരം വന്നിട്ട് കാണാം. ശരി. അതെ, പനി വന്നത് ഭയന്നിട്ടൊന്നും അല്ല കേട്ടോ. ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ. മഞ്ഞുണ്ടാ. അപ്പൊ മനസ്സിലായി. വയ്യാത്ത പണിക്ക് പോവാൻ നിൽക്കരുത്. പറയാറുന്നല്ലോ ഒറ്റയ്ക്ക് കഴിയില്ലെന്ന്. അല്ല, അതെങ്ങനെ പറയുന്നത്? ഡ്യൂട്ടി അല്ലേ. പിന്നെ മാധസാറിന്റെ മുഖത്ത് നോക്കി പറയാൻ മടിയെന്നല്ല, ധൈര്യക്കുറവെന്നാ പറയണ്ടത്. ഞാൻ ചോദിക്കട്ടെ, പറ്റില്ലെന്ന് പറഞ്ഞാൽ അയാളെന്താ മൂക്ക് ചെത്തുവോ? അയ്യടാ, അന്ന് ഞാൻ കണ്ടതല്ലേ സ്റ്റേഷനിൽ വെച്ച് മാധസാറിനെ കണ്ടപ്പോൾ ഒരു കോലം. അപ്പൊ തിരിച്ചും വല്ലതൊക്കെ പറയാനും അറിയാം. വിരിച്ചിട്ടുണ്ട്, കിടന്നോളൂ. ബുദ്ധിമുട്ടായില്ലേ? കുറച്ച് ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യാൻ സഹിക്കല്ലാതെ. അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ, ഇത്തിരി മനുഷ്യപ്പറ്റ് കാണിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം. എന്താ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കല്ലേ. എന്റെ മാതാവേ, എല്ലാം അറിയുന്ന നീ വടക്കേക്കരയിലെ നല്ലവരായ ജനങ്ങളെ
എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? അവർ ലക്കി സ്റ്റാറിന്റെ സേവനങ്ങൾ അനുഭവിക്കരുതെന്നാണോ നിന്റെ തീരുമാനം? ദേ, എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത്. പേരിനെങ്കിലും ഒരുത്തനെ. അപ്പൊ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ? വരണം ചേട്ടാ. ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ TV, ഫ്രിഡ്ജ്, ഫാൻ, ടേപ്പ് റെക്കോർഡർ, ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട്. സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലയ്ക്കാണ് നൽകുന്നത്. എന്നതിന് പുറമെ വിലയുടെ 1/3 മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും. കയറ്റുമതി, ഇറക്കുമതി, ട്രാൻസ്പോർട്ടേഷൻ കൂലി എല്ലാം ഞങ്ങൾ വഹിക്കും. എന്താണ് വേണ്ടത്? കളർ TV ഒന്ന് എടുക്കട്ടെ. കളർ വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. സത്യത്തിൽ കണ്ണിന് നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ. എന്താ? വേണ്ട. ഫർണിച്ചർ ആയാലോ? ഒരു വീട്ടിന് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചർ ഇവിടെ ഉണ്ട്. വേണ്ടെന്നേ. പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഞാനിതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നതാ. ഓ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. താങ്ക് യു. പിന്നെ ആശാൻ രാത്രി ഇവിടെ തന്നെയാണ് കിടപ്പ്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, ഒരാള് കിടക്കുന്നൊന്നും എനിക്ക് ബുദ്ധിമുട്ടേ അല്ല. പറട്ടെ. ആവശ്യത്തിന് കുരുത്തം കിട്ട ചെറുങ്ങനെ കാണുകയില്ല സാറേ. നല്ല പാർട്ടിയാ പിടിച്ചകത്ത് കയറ്റിയത്. കുനിഞ്ഞു നിന്നാ കള്ളനാണ്. പുണ്യാളച്ചൻ, പരീത് പുണ്യാളച്ചൻ. സാറ് ചായ കുടി. സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് ചോദിക്കണ്ടേ? ആരോട് ചോദിക്കാനാ? ആരോടെങ്കിലും ചോദിച്ചൂടെ? സീനിയർ ഉള്ളതല്ലേ, നമുക്ക് ആരെ പേടിക്കാനാ? പിന്നല്ലാതെ സമയങ്ങളുണ്ട്. നടക്ക്. ഏയ്, പകൽക്കിനാവ് കാണാ? വെറുതെ ഒരു ഉച്ചക്കർക്ക്. എന്താണാവോ? ഞാൻ SI-യും കരിമ്പാറ മാത്തൻ കോൺസ്റ്റബിളും ആവുന്നത്. എന്നിട്ടെന്താ, കരിമ്പാറയെ കൊണ്ടൊരു 101 പ്രാവശ്യം ഏത്തോടിച്ചു. ജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കും നടക്കുക. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആരോടും പറയില്ലെന്ന് സത്യടോ? എന്താ കാര്യം? പറയില്ലല്ലോ. ഇല്ല. അതെ, ഇവിടെ ആരും ഇല്ലേ? ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരട്ടെ. ഇത് തന്നെയാണോ വീട്? ഇനി വീട് മാറിക്കറിയെന്ന് പറഞ്ഞ അകത്താണ്ട. ആ, ചിലപ്പോ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കും. നാട് കണ്ടപ്പോഴേ തോന്നി. നമസ്കാരം. നമസ്കാരം. അയ്യോ, പിരിവാരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല. അല്ലോ, പിരിവാരല്ല, ശ്രീനിവാസൻ. അയ്യോ, ഞാനല്ല. നിങ്ങളല്ല, ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ ശ്രീനിവാസൻ പറഞ്ഞോ? ശ്രീനിവാസൻ പറഞ്ഞില്ല. ആ, എന്താ പോലീസ്? പരമേശ്വരൻ സാർ. പരമേശ്വരൻ സാറ്. ആ, പരമേശ്വരൻ സാർ എന്റെ അച്ഛൻ. എന്താ കാര്യം? ആ, അച്ഛനാണല്ലേ? അച്ഛൻ സാറ് പറഞ്ഞു. അയ്യോ, കയറി ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കാം. ആ, വലിയ ഉപകാരം. എന്റെ അല്ലോ. അയ്യോ, ഏതാടി പെണ്ണ്? എടാ, ഇനി അവന്റെ കല്യാണം മറ്റു കഴിഞ്ഞു കാണൂ. ഇനി വല്ല സ്റ്റെപ്പിന് പറ്റുള്ളൂ. ആർക്കറിയാം. എന്തായാലും അവന്റെ സമയം കൊള്ളാം. നല്ല അസല് പെണ്ണ്. ഈ പോലീസുകാരുടെ ഒരു സമയമായി. എവിടെ ചെന്നാലും ഇതുപോലത്തെ ഒരു കോളക്കും. അത്യാവശ്യം ഭക്ഷണവും നടക്കും, മറ്റെല്ലാ കാര്യവും നടക്കും. പോലീസുകാരനായ മതിയായിരുന്നു. ഹലോ. ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാടാ. വരുന്ന വഴിക്കൊരു അബദ്ധം പറ്റി. ഇവിടുത്തെ SI സ്റ്റേഷനിൽ കയറ്റി ഞങ്ങളൊന്ന് വരട്ടി. ആരെ മാത്തനാ? അയാൾ അങ്ങനെയാ. ഞങ്ങൾ നിന്നെ ഒരൊറ്റ ആളെ ഓർത്തിട്ടാണ് ഇല്ലെങ്കിൽ എടുത്തിട്ട് പെരിക്കനെ ഞാൻ അയാളാ. എന്റെ പഴയ സ്വഭാവം നിനക്കറിയാലോ. പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? എന്ത് വിശേഷം? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ആ, പിന്നെ 1-2 കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. എന്താടാ? അത് സമിതി ഓഫീസ് പൊളിച്ചു. സ്ഥലം നപ്പാച്ചോട് വിട്ടുകൊടുത്തു. അതെന്താ? വല്ല വഴക്കുണ്ടായോ? ഏയ്, നീ പോയി കഴിഞ്ഞപ്പോ ഉള്ള ആവേശം ഒക്കെ പോയി. അതെ. ആ, പിന്നെ നമ്മുടെ വാസു ഒരു വിസ ഒക്കെ റെഡിയാക്കി അക്കരെ ചാടാൻ നിൽക്കുക. ആണോടാ? അതെ. ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിയുക. സങ്കടമുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാടാ. എടാ വാസു, നിനക്ക് പണത്തിന് ആവശ്യമില്ലോട് ചോദിക്കാൻ പഠിക്കരുത്. ഞാൻ വിചാരിച്ചാൽ ലോണൊക്കെ കിട്ടും. അല്ല, നിനക്കെന്തോ അസുഖമാണെന്ന് പരമേശ്വരൻ സാർ പറഞ്ഞു. അത് കാലാവസ്ഥ പറ്റാഞ്ഞിട്ടാ. ഈ വെള്ളമൊക്കെ മാറി കുളിച്ചപ്പോ പനിയടിച്ചതാ. കാലാവസ്ഥ. പ്രേതത്തിന് കാവലിരുന്ന് പേടിച്ചിട്ട് പറട്ടെ. അയ്യോ, പറയല്ലേ? എന്തോന്ന്? അല്ല, എന്റെ ഈ അസുഖത്തിന്റെ കാര്യം അമ്മയോട് പറയല്ലേന്ന് പറയായിരുന്നു. ചേട്ടാ, ചേട്ടാ. ദേ, എല്ലാവർക്കും ചായ എടുത്തിരിക്കണ കൊടുക്കട്ടെ. ദാ. ചേട്ടന് ചായ വേണ്ടേ? എന്നാ ഞാൻ അകത്തേക്ക് വെക്കോട്ടെ. ലൈനാണല്ലേ? ലൈനോ? നിനക്കൊരു പ്രാന്തുണ്ട്. എന്ത് പ്രാന്ത്? ആ നോട്ടും ചിരിയും ചേട്ടാന്നുള്ള വിളി. എടാ, ചേട്ടൻ അവളെ ആദ്യമായിട്ട് വിളിക്കുന്നു. ചുമ്മാ ഇരി. എന്തായാലും നിനക്ക് നന്നായിട്ട് ചേരും. അതെ. എടാ, നിന്റെ വീട്ടിൽ പറയട്ടെ. കൊല്ലിക്കാൻ ഒരു മതി മതി. അവനായി അവന്റെ പാടായി. എടാ, ഞങ്ങൾക്ക് ഉടനെ പോണം. ഇപ്പോഴോ? ഊണൊക്കെ കഴിച്ചിട്ട് അയ്യോ, ഊണൊന്നും വേണ്ട, ചായ തന്നെ ധാരാളം. ഉടനെ പോയിട്ട് കാര്യമുണ്ടടാ. ഞങ്ങൾ വീട്ടിൽ പറയാനോ? ആ, ഓ, അല്ല
നീ ഇനി എന്നാ അങ്ങോട്ട്? നിനക്കറിയില്ല ഇവിടുത്തെ പ്രശ്നങ്ങള്. ആ SI ആണെങ്കിൽ എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, എന്നോടുള്ള വിശ്വാസം കൊണ്ടാണേ. തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ, ഞാൻ ഇറങ്ങാം. പാർട്ടി എടുത്തണം. പിന്നല്ലാതെ. നമുക്ക് പോവാം. ഇക്കണക്കിനാണ് ലക്കി ഷാറുകാരൻ കെട്ടിപ്പൂട്ടി സ്ഥലം വിടുന്ന കോള. അല്ല, ഈ സാധനം എടുത്തോണ്ട് പോവാൻ പറയുന്നത് എന്തോ ഉറപ്പിന്റെ പേരില്ല. അയാൾക്ക് ബാക്കി പണം കൊടുത്തില്ലെങ്കിലോ? അതിന് ആർക്കാ സാധനം കൊടുത്തിരിക്കുന്നത്? പരസ്യം കൊണ്ട് മാത്രം കാര്യം. പിന്നല്ലാതെ. ഇതങ്ങോട്ട് അതോടടുത്ത് വെച്ചേ. എന്തോ സാറേ ഇത്? റേഡിയോ ആണല്ലോ. അകത്ത് വെച്ചാട്ടെ. ഒരാഴ്ചയിലോട്ട് ഒരു 10 രൂപ ഞാൻ എന്തിനാ സാറേ എനിക്ക് റേഡിയോ? കടയിൽ ചായ കുടിക്കാൻ വരുന്ന ഒരു പാട്ട് കേട്ട് കുടിക്കട്ടെ. ഇതാ 10 രൂപ തന്ന് ഈ റേഡിയോ അമ്മാവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. മാധവൻപിള്ള ചേട്ടൻ. അതെ, മാധവൻപിള്ള ചേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ബാക്കി പണം ഇഷ്ടമുള്ള പടച്ചു തീർത്താ മതി. എന്താ? പൊതുജന സേവനമാണ് ലക്കി സ്റ്റാറിന്റെ ലക്ഷ്യം. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി. വരട്ടെ. എന്താ? ഒന്ന് പുറത്തേക്ക് വരൂ. എന്തിനാ? ഒന്ന് വരൂന്നേ, ഒരു കാര്യം പറയാനാ. എന്താ ചന്ദ്രികേ? ആ, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, അതെ, ആരോടും പറയരുത് കേട്ടോ. പറയില്ലല്ലോ? ഉറപ്പാണേ? കാര്യം പറ. അതെ, എനിക്കൊരു കത്ത് എഴുതരാമോ? അതെന്താ, ചന്ദ്രിക മലയാളം എഴുതാറില്ലേ? അല്ല, ഇത് അങ്ങനെയുള്ള കത്തല്ല. നാടകമൊക്കെ എഴുതുന്ന ആളല്ലേ, അപ്പോ അറിയായിരിക്കുമല്ലോ. അതെ, ഈ അയ്യേ, എങ്ങനെയാ പറയാ? പറഞ്ഞോളൂ. പ്രേമലേഖന. അല്ല, ചന്ദ്രിക ആർക്ക് കൊടുക്കാനാ? അയ്യേ, എനിക്കാർക്കും കൊടുക്കാനല്ല. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അശ്വതി. അവക്ക് നിങ്ങളെ മലയാളം പഠിപ്പിച്ച സാറിനോട് ഭയങ്കര ഇഷ്ടമാ. ഞാൻ എഴുതി കൊടുക്കാന്ന് വാക്കും കൊടുത്തുപോയി. എന്താ, എഴുതി തരുമോ? ചന്ദ്രികയ്ക്കുള്ള പോലെ ഒരു കുഴപ്പം എനിക്കുണ്ടല്ലോ. ഞാൻ ഇതുവരെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല, ആർക്കോട്ട് കൊടുത്തിട്ടുമില്ല. മലയാള സാറിന് ആയതുകൊണ്ടാണ് ഒരു പേടി. ഗ്രാമർ മിസ്റ്റേക്ക് പോലും വന്നാലോ. ആ, ഏതായാലും ചന്ദ്രിക വാക്ക് കൊടുത്തു പോയ സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വേഗം വേണം കേട്ടോ. ആ, നോക്കട്ടെ. എന്നപ്പോ കിടന്നു, മഞ്ഞുകൊണ്ട് പനി കൂട്ടണ്ട. ആ, പോരട്ടെ, സൂക്ഷിച്ച് അടി തട്ടരുത്. ആ, അങ്ങോട്ടോ ചേട്ടാ. ചേട്ടോ. ആരായത്? എന്താ ഇത്? തയ്യൽ മെഷീൻ. ചേട്ടൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു? അയ്യോ, ഞാൻ അത് വെറുതെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇനി കൊണ്ടുവന്നത്. ഇവിടെ ഏത് മുറിയിൽ വെക്കാനാണ് സൗകര്യം? അല്ല, ഇവിടെ ഇരുന്നാ കാശിന്റെ കാര്യം. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കാശ് കൈ വരുന്ന അനുസരിച്ച് ചേട്ടൻ ഷോറൂമിൽ അടച്ചാ മതി. എന്താ? നോക്കി നിൽക്കുക, അകത്തോട്ടെടുത്ത് വയ്യുന്നു. ചേച്ചി എവിടാന്ന് വെച്ചാ ഒന്ന് കാണിച്ചു വിടും. ചേട്ടാ ഒന്ന് ഒതുങ്ങിയേ, വെറുതെ. പിന്നെ ചേട്ടാ, ഇക്കാലത്ത് കക്കൂസും കുളിമുറി എന്നൊക്കെ പറയുന്ന പോലെ ടെലിവിഷൻ TV ഇല്ലാത്ത വീടേതാ? നമുക്കും വേണ്ടേ ഒന്ന്? അയ്യോ, പെതുക്കെ മതി. ഈ തയ്യൽ മെഷീന്റെ അടവ് കഴിഞ്ഞതിന് ശേഷം TV ഞാനും എത്തിക്കാം. നമുക്ക് പോവാം. അപ്പൊ പറഞ്ഞതുപോലെ. ദേ, ഒന്ന് ചുമ്മാതിരുന്നേ. എന്താ സ്വല്പം അടിക്ക. ഓ, എനിക്കെങ്ങും വേണ്ട. എന്നാ നീ സ്വല്പം തണുത്ത വെള്ളം എടുത്തോ. തണുത്ത വെള്ളത്തിന് ഞാനിപ്പോ എവിടെ പോവാനാ? അതിനാ ഞാൻ പറഞ്ഞത്, ഇല്ല അതുപോലെ ഒന്ന് വാങ്ങി വെക്കാന്ന്. ഇതുപോലെ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് അല്ലടി കോതെ, ഫ്രിഡ്ജ്. ആ, എന്തുവാണേലും വേണ്ടേ. വടക്കേലെ അമ്മണിയും കോങ്കണി തങ്കമ്മയും ഒക്കെ റിഡ്ജിന് ചേർന്നിക്കുമല്ലേ. മുഴുവൻ കാശൊന്നും ആദ്യം കൊടുക്കണ്ടെന്നേ. എടി, അതിന് എന്റെ എവിടുന്ന കാശ്? ഓ, സോറി എന്ന് ചോദിക്കുമ്പോ ഉടനെ കാശ് ചോദിക്കല്ലേ. ഒന്ന് പോയാ മതി, അവര് സാധനം ഇങ്ങ് എത്തിക്കും. ആ, നമുക്ക് ആലോചിക്കാം. ഒന്നുകൂടെ ഒന്ന് ഒഴിക്കട്ടെ. മതി, കുടിപ്പിച്ച് കിടത്താതെ. നിങ്ങൾ TVക്കല്ലേ ചേർന്നത്? അതെ അതെ, എന്തായി? ഉടനെ എത്തും. തയ്യൽ മെഷീന്റെ തേർഡ് ഇൻസ്റ്റാൾ. എന്റെ സ്റ്റീൽ അലമാരയുടെ 2 അടവ് കഴിഞ്ഞു. സാധനോടെ നിങ്ങൾ എല്ലാ അടവും കൂടെ എടുക്കാതെ ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ. തിരക്ക് കൂട്ടാതെ. അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാം. റെസിപ്റ്റ് ഞാനങ്ങ് എത്തിക്കാം. വന്നിട്ട് സാറേ. എന്താണോ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അകത്തോട്ടിരിക്കാം. വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. ചായ എന്തെങ്കിലും? വേണ്ട, എനിക്കൊരു ഫ്രിഡ്ജ് വേണമല്ലോ. അതിനെന്താ സാർ, സ്റ്റോക്കിങ് വന്നോട്ടെ. ഇരിക്കല്ലേ ഒന്ന്. അയ്യോ, അത് കൊടുക്കാനുള്ളതല്ല, സാമ്പിൾ വെച്ചിരിക്കുന്ന. സാറ് കാശടയ്ക്കണം.
സ്റ്റോക്ക് വന്നാൽ ആദ്യത്തെ ഫ്രിഡ്ജ് സാറിനായിരിക്കും. ഓഹോ, കാശടക്കണമല്ലേ? കാശുണ്ടെ പിന്നെ ഇങ്ങോട്ട് വരുമോ? താൻ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്ക്, കാശ് വരുമ്പോ തരും. ഇല്ലാരായപ്പാ? ഞങ്ങളാരും സാറുമായിട്ടുള്ള ഇടപാടിന് കണക്ക് പറയാറില്ല. അതിന്റെ ഉപകാരം ഉണ്ടെന്ന് കുട്ടിക്കോ? അയ്യോ, അത് ബുദ്ധിമുട്ടാ. എന്റെ സ്വന്തം സ്ഥാപനമല്ലല്ലോ, ഞാനിവിടെ ജോലിക്കാരനല്ലേ. അങ്ങനെയാണല്ലേ? അത് ശരി, ഞാൻ പോട്ടെ. രാസനാദിപ്പൊടിയാ, നല്ലോണം ഉച്ചയിലിട്ടൊന്ന് തിരുമിക്കേ. പനി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുളിക്കല്ലേ? ശരിക്കും തിരുമിക്കേ, ഇല്ലേ പോയാ മനെ തിരിച്ചു വരും. ആ പിന്നെ ഞാൻ പറഞ്ഞ കത്തിന്റെ കാര്യം മറന്നിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണോ തിരുമുന്നേ? കൈയെടുത്തേ, ഞാൻ ചെയ്തോളന്നേ. ഞാൻ തിരുമ്മി തരാം. രാസനാദിപ്പൊടിയല്ലേ, കുളി കഴിഞ്ഞ് സ്വല്പം നെറുകെ പുരട്ടുന്നത് വളരെ നല്ലതാണ്. ജലദോഷം, മൂക്കടപ്പ് മുതലായ പമ്പ കിടക്കും. മനസ്സിലായില്ല. ലക്കി സ്റ്റാർ. ലക്കി സ്റ്റാറോ? അതെ, ലക്കി സ്റ്റാർ ഭാഗ്യതാരകം ഇൻസ്റ്റാൾമെന്റ് പദ്ധതി. വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ ടെലിവിഷനൊക്കെ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്ന. കറക്റ്റ്. കണ്ടോ, വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അല്ല, ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത എന്താ സാറേ? ഒന്ന് എടുത്തു വെച്ചാലോ? അയ്യോ, ഞാനല്ല ഇവിടുത്തെ ആള്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ചേച്ചി പറയട്ടെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അതിന്റെ ഒരു വില അറിയും. സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് സാറിനല്ല, ലക്കി സ്റ്റാറിനാണ്. അയ്യോ മാഷേ, ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ മിസ്സസിനോട് കാര്യം പറഞ്ഞത്. എന്താ എന്താ അവിടെ? നമസ്കാരം സാർ. ഞാനിങ്ങനെ വീടുകൾ നേരിട്ട് എന്ന്. അല്ല, സാറെന്താ ഇവിടെ? അത് കൊള്ളാം. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്താ അവിടെ? അയ്യോ, അപ്പൊ സാറിന്റെ വീടായിരുന്നോ? ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ അങ്ങനെയായിരുന്നു. എന്താ ഇപ്പോലെ മാറ്റമുണ്ടോ? അല്ല, അപ്പൊ ഇവരാരാ? ഇതെന്റെ മോള്, ഇത് PC ശ്രീനിവാസൻ. എന്താ വല്ല സംശയമുണ്ടോ? ഹേയ്, ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയായിരുന്നു. എടോ, ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇന്നേ വരെ 10 പൈസ കൈക്കൂലി വാങ്ങിക്കത്തണം ഞാൻ. ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാവണം നടത്താൻ പറയുന്നത്. ഒരിക്കലും പാടില്ല സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചെല്ലേ മോളെ ചന്ദ്രികെ, ചായ വല്ലോണ്ട് കിടക്ക്. ശ്രീനി തന്റെ വീടിന്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കേശവന്നാരെ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് മാറായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഇന്ന് തന്നെ മാറണോ? ഇന്ന് തന്നെ അവിടെ ചെന്ന് സ്വസ്ഥമായ നാളെ മുതൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യായിരുന്നു. എന്നാ പിന്നെ അങ്ങനെ ചെയ്യോ? കേശവന്നാരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോവാ? അതെ, എന്താ? ഒന്നുമില്ല, അവിടെ പ്രേതമുണ്ട്. പ്രേതോ? ആണോ പെണ്ണോ? പെണ്ണ്. ചോര കുടിക്കുന്ന യക്ഷിയാ. അവിടെ ഒരു പാലയുണ്ട്, അതിലാ താമസം. ഹാവു, പെൺപ്രേതമാണെങ്കിൽ രക്ഷപ്പെട്ടു. പാലപ്പൂവിന്റെ മണവും അന്തിക്കൂട്ടിന് സുന്ദരിയായ രക്ഷിക്കുട്ടിയും. നല്ല രസമല്ലേ? അങ്ങനെയൊക്കെ വായിച്ച് പരിചയമുള്ളൂ കേട്ടോ. അല്ല, എന്താ സുന്ദരേഷിയുടെ പേര്? വരുന്നു. അയ്യടാ, അപ്പൊ ഇഷ്ടമല്ലേ പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ? കാണുമ്പോലല്ലോ ആള്. ഒറ്റയ്ക്കാവുമ്പോ പെണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുള്ള നല്ലതല്ലേ? അങ്ങനെ ഇപ്പം കൂട്ടുകൂടണ്ട. അവിടെ പ്രേതം ഭൂതൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതാ വരുന്നു. ചെല്ലേ. ഏത് ടി വിയാ വേണമെന്ന് പറഞ്ഞു? ഒരാഴ്ചക്ക് സ്റ്റോക്ക് വരും. എത്തിയാൽ ഉടനെ വീട്ടിൽ കൊണ്ടുവരാം. ഓക്കെ? ശ്രീനിവാസ് സാറോ? എന്താ സാറേ ഈ വഴിക്കൊക്കെ? 150 രൂപയുണ്ട്. എന്താ സംഭവം? ഒരു കട്ടില് വേണം, പിന്നെ 1-2 കസേര, മേശ. അതൊക്കെ പതുക്കെ മതി. കട്ടിലാണ് അത്യാവശ്യം. എന്താ സാറേ, കല്യാണം വല്ലതും ആയോ? ഹേയ്, അതുവരെ ഉമ്മർത്തിരിക്കാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റ്. സ്റ്റോക്ക് എത്തിയാൽ ഉടനെ എടുക്കാം. തിരക്കില്ല, പതുക്കെ മതി. സാർ റെസീറ്റ്? ഓ, അതൊക്കെ പിന്നെ മേടിച്ചോളന്നേ. പിന്നെ സാർ, അന്ന് പരമേശ്വരൻ സാറിന്റെ വീട്ടിൽ വെച്ച് ഒരു അബദ്ധം പറഞ്ഞു പോയി, തെറ്റിദ്ധരിക്കരുത്. ഓഹോ, അതോ? ഹേയ്, പറ്റേ. ശരി. അമ്പലത്തിൽ നിന്ന് വരാ? വേണ്ട, ഞാനും അങ്ങോട്ടാ. ശിവേല കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞാണോ? പിന്നെ കത്തെവിടെ? എഴുതി കഴിഞ്ഞു. തരട്ടെ? എന്നെ കളിപ്പിക്കുക? അല്ല, സത്യമായിട്ട് എഴുതി കഴിഞ്ഞു. എന്നത്താ? വൈകുന്നേരം വീട്ടിലേക്ക് വാ, തരാം. ശരി. ഇതാര്, ചന്ദ്രികയോ? പിയേഴ്സ്. എവിടെ? എന്തോന്ന്? കത്തെവിടെന്ന്? ഓ, അതാണോ? താ.